ഹായ്, ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കുന്നത് എത്രത്തോളം പ്രയാസമാണ്? അത് അത്ര എളുപ്പമാണോ? അപ്പോൾ ഒരു 7 വർഷം മുന്നെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഇന്നിപ്പോൾ ഈ സംസാരിക്കുന്നത് 2024 ജനുവരിയിലാണ്. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ വളരെ, കാരണം കിച്ചൺ എന്ന് പറഞ്ഞാൽ പോലും വഴിക്ക് പോകാത്ത ആളായിരുന്നു ഞാൻ. അതിൻ്റെ പുക, സ്മെല്ല്, ഇതൊന്നും എനിക്കിഷ്ടമേ അല്ലായിരുന്നു. പക്ഷേ ഉള്ളിൽ കിടന്നുറങ്ങുന്ന ഒരു സിംഹം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഞാൻ എന്തെങ്കിലും ഫീൽഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ അതിൽ പുതുതായിട്ട് കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ മുമ്പ് മാർഷൽ ആർട്സാണ് ചെയ്തിരുന്നത്. ആ കാലഘട്ടത്തിൽ ഏകദേശം 2013 ഒരു സ്ഥിരം TV ആങ്കറായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അന്നത്തെ ചാനലുകളിൽ സൂര്യ TV ഒഴിച്ച് ബാക്കി എല്ലാ ചാനലുകളിലും എനിക്ക് എൻ്റെ എപ്പിസോഡ്സുകൾ അവതരിപ്പിക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അവതരിപ്പിച്ച് വിജയിപ്പിച്ചുകൊണ്ട് അവസാന സമയങ്ങളിലൊക്കെ എനിക്ക് ആഴ്ചയിൽ 6,000 രൂപ ശമ്പളം കിട്ടുന്ന രീതിയിൽ എപ്പിസോഡുകൾ ഞാൻ ചെയ്തു കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ ചെല്ലുന്ന മേഖലയിൽ പുതുതായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ അതിലുള്ള പ്രശ്നങ്ങളെ കണ്ട് മനസ്സിലാക്കി പരിഹരിച്ച് പുതിയ കുറേ പാഠഭാവങ്ങൾ കൊടുക്കൽ, അത് എൻ്റെ ബ്ലഡിലുള്ളതാണ്. അപ്പോൾ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ ഈ സംഭവങ്ങൾ, ഈ ഭക്ഷണത്തിൽ ഏത് തിരഞ്ഞെടുത്താലാണ് വിജയിക്കുക, ഇതിൽ എന്താണ് ചെയ്യുക, എന്ത് ചെയ്താലാണ് കൂടുതൽ നമുക്ക് മെച്ചമുണ്ടാവുക. അന്നത്തെ സമയത്ത് ഒരു ജോലി എന്നുള്ളത് തന്നെയായിരുന്നു എല്ലാവരെയും പോലെയും ഉന്നം. അങ്ങനെ പല ഡിവിഷനും പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ബിരിയാണി കൊള്ളാം. അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ബിരിയാണി പഠിച്ച് പിന്നെ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയപ്പോൾ മനസ്സിലായി നമ്മളുടെ കയ്യിൽ ബിരിയാണി ഇല്ല. നമ്മൾ ചെയ്യുന്നത് ചിക്കൻ പൊരിച്ച് അതിലേക്ക് തക്കാളി റോസ്റ്റ് ഉണ്ടാക്കി മിക്സ് ചെയ്യുന്നു, ഒരു റൈസ് ബോയിൽ ചെയ്ത് അടിക്കുന്നു, കുറച്ച് ഡാലിൻ്റെ നെയ്യൊക്കെ ഒഴിച്ച് അത് ബിരിയാണി എന്ന പേരിൽ നമ്മൾ കൊടുക്കുന്നു. അല്ലാതെ ബിരിയാണിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയൊക്കെ ഇപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് എനിക്കതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി മേക്ക് ചെയ്യാൻ എനിക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്ത നാടുകളിലെ ഒരു പ്രോപ്പർ ബിരിയാണികളും എനിക്ക് വയ്ക്കാൻ കഴിയുന്നുണ്ട്. അതൊക്കെ പഠിച്ചു. പിന്നെ കുറേ അള്ളാഹുവിൻ്റെ അനുഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കാരണം നമ്മൾ പഠിക്കുന്നതിലുള്ള നമ്മളുടെ പേഷൻ, നമ്മളുടെ ആ ഒരു അതിയായ ആഗ്രഹം, പ്രയോറിറ്റി, ഇതൊക്കെയാണ് എന്നെ അതിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇത് പഠിക്കാന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ചു. പിന്നീട് ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഓരോരുത്തരെ കൈയളവും പരീക്ഷണങ്ങളും നടത്തി കഴിഞ്ഞാൽ ഹോട്ടൽ നടത്തുന്നവൻ കുത്തുവാളെടുക്കും. കാരണം ഇവൻ്റെ റെസിപ്പി ട്രൈ ചെയ്യണം അവിടെ. അപ്പോൾ അത് വലിയൊരു പ്രോബ്ലമാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നല്ല രീതിയിൽ നമ്മൾ അതേ ചെയ്യുന്ന പോലെ ചെയ്യാൻ പഠിപ്പിച്ചാലും ഒരു 6 മാസം, ഒരു കൊല്ലം ഇല്ലാതെ നല്ലൊരു ബിരിയാണി ഒന്നും വയ്ക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതിനെ മുഴുവൻ ഞാൻ ചുരുക്കി ഒരു ക്യാപ്സൂൾ പരുവാക്കി. ആർക്കും എങ്ങനെയും ചെയ്യാം. ഞാൻ പറയുന്ന കൃത്യമായ ഒരു വെയിൻ മെഷീനും ഒരു ലിറ്റർ കപ്പും ഉണ്ടെങ്കിൽ ഭംഗിയായിട്ട് ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ആർക്കും ചെയ്തെടുക്കാവുന്ന രൂപത്തിലേക്ക് ഇതിൻ്റെ മൊത്തം ഡിസൈൻ മാറ്റി. ഇപ്പോൾ ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യസ്ത തരം ബിരിയാണി, അൽഫഹാം, ജ്യൂസ്, അതുപോലെ തന്നെ ഷവർമ, ബ്രോസ്റ്റഡ്, ഇതൊക്കെ പഠിപ്പിക്കാവുന്ന രീതിയിൽ ഞാൻ എന്നോട് ടൈപ്പുള്ള ഹോട്ടലുകളുമായിട്ടൊക്കെ ചേർന്ന് പരിശീലിപ്പിക്കാവുന്ന രൂപത്തിലേക്ക് ഞാൻ എത്തിച്ച്. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഗുണം? ഒരു ഹോട്ടൽ തുടങ്ങുന്ന ആൾ, ഇന്നത്തെ ഇതറിയാലോ, സക്സസ് ഫെയിൽ റേഷ്യോ, 100 പേര് തുടങ്ങിയ 90 ആളുടെ കാര്യം പോക്കാണ്, വിജയിക്കില്ല. കാരണം അതിനെ കുറിച്ചിട്ട് ഒരു അവെയറും ഇല്ലാതെയാണ്. കാരണം കണക്കുകളെ കുറിച്ചിട്ട് ഒന്നും അറിയാത്ത ഒരുത്തന്നെ പിടിച്ചിട്ട് കണക്ക് കൂട്ടായിരുത്തി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും, പറയണ്ടല്ലോ. ഒരു മിനിമം വിദ്യാഭ്യാസ യോഗ്യത നമ്മൾ അതിന് കാണണമല്ലോ, എങ്ങനെയാണ് കൂട്ടുക കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഹോട്ടൽ തുടങ്ങുന്നവർ പൈസ ഉണ്ട്, വന്നിട്ടൊരു ബിൽഡിംഗ് അഡ്വാൻസ് കൊടുത്തു, വാടകയ്ക്ക് എടുത്തു, ഇൻറ്റീരിയൽ ചെയ്യുന്നു, എവിടെ നിന്നൊക്കെ കിട്ടിയ കുറേ പണിക്കാരെ വെച്ച് നമ്മൾ ചെയ്യാണ്. പക്ഷേ അത് സക്സസ് ആവുന്ന കാര്യം വളരെ 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 90% ഫെയിലാവുന്നതിൻ്റെ കാരണം ഇപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം.
അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിൻ്റെ സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് പാചകം ഇത് നമ്മളതിനെ ഇഷ്ടപ്പെട്ട് നിങ്ങളത് അതിനൊരു പ്രയോറിറ്റി കൊടുത്താൽ ഒരാഴ്ച നിങ്ങളുടെ ലൈഫ് ടൈം, ചിലപ്പോൾ പുതുതായിട്ട് തുടങ്ങുന്നവരായിരിക്കും ഇത് കേൾക്കുന്നുണ്ടാവുക, കേൾക്കുന്നവർ അത് മനസ്സിലാക്കേണ്ടത് ഒരാഴ്ച 10 ദിവസം കിച്ചൺ സൈഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, നമുക്ക് ഒരു ഔട്ട്പുട്ട് എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ വർക്ക്, ഇത് അറിഞ്ഞു വെക്കുക. ഇത് ചെയ്തു കൊള്ളണമെന്നില്ലല്ലോ. നിങ്ങൾ സ്കൂളിൽ പഠിച്ച കെമിസ്ട്രിയും ബയോളജിയൊക്കെ വല്ലതും യൂസ് ചെയ്യുന്നുണ്ടോ? ഇതൊന്നും അറിഞ്ഞു വെച്ചാൽ ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാവുന്ന രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുക്കിംഗ് എന്ന് പറയുന്നത് ഇന്ന് ഫുള്ളായിട്ട് എല്ലാം ഗ്രാം വൈസും ലിറ്റർ വൈസും ഒക്കെ കണക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫുഡ് കോച്ചായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റും. നിങ്ങൾ ചെറിയൊരു ട്രെയിനിങ് സെക്ഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ധൈര്യസമേതം വേണമെങ്കിൽ ഒരു സിംഗിൾ മാൻ ആർമി എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ വന്ന് നിങ്ങൾക്ക് ഒരു നല്ലൊരു വിജയം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആ രൂപത്തിൽ ഇന്ന് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഡിസൈൻസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ചുരുക്കി പറഞ്ഞിട്ടുള്ളത് വലിയ ഒരു വാട്സപ്പ് ഉപയോഗിക്കാനുള്ള ഒരു കഴിവ് അതുണ്ടെങ്കിൽ, ഒരു മൊബൈൽ ഓപ്പറേറ്റ് ചെയ്യാൻ, നമ്മളതിപ്പോൾ ആരും എല്ലാവരും വന്ന് ഇങ്ങനെ പഠിപ്പിച്ചാലല്ലോ ഈ പോലെ. അപ്പോൾ അത്രയും ഈസി ആയിട്ട് ഇന്ന് കുക്കിങ്ങിനെ നമുക്ക് സമീപിക്കാവുന്നതും ഒരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ അതിനെ ഭംഗിയായിട്ട് ചെയ്യാവുന്നതുമായിട്ടുള്ള ഒരുപാട് അഡ്വാൻസ് ആയിട്ടുണ്ട്. ടെക്നോളജി അത്രയും വളർന്നിട്ടുണ്ട്. ഇത് ചെയ്യുന്ന ഓണേഴ്സ് മുഴുവൻ ഇത് ചെയ്തിട്ട് ഇത് പഠിച്ചിട്ട് ഇത് ചെയ്യണം എന്നല്ല അതിൻ്റെ അടിസ്ഥാനം. ഒരിക്കലും അങ്ങനെയല്ല. അത് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് അതിനെ വ്യക്തമായിട്ട് സഹായിക്കാനും അത് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ രക്ഷപ്പെടുത്താനും ഒരു ക്വാളിറ്റി ഇഷ്യൂ വന്നാൽ അറ്റ്ലീസ്റ്റ് ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തന്നാൽ പോലും പെട്ടെന്ന് അത് അവിടെ ചെയ്യാനും ഇതിനെക്കുറിച്ച് മിനിമം അറിവുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹോട്ടൽ തുടങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ട ബേസിക് പെട്ട ഒരു കാര്യമാണ് ഇത്. അപ്പോൾ കുക്കിങ്ങൊക്കെ പഠിക്കാം, ഈസിയാണ്. നമ്മൾ ഒരു 7, 8, 10, 12 വയസ്സിലല്ലേ സൈക്കിൾ ചവിട്ടാനൊക്കെ പഠിച്ചത്. ബാലൻസിങ് ആവുന്നവരെ ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു. അതേപോലെ ഇതൊരാഴ്ച ഒരു പരിശീലനം നൽകി അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സെറ്റ്, പിന്നെ നമ്മൾ ആ ഹോട്ടൽ വിജയിച്ചിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ അടിക്കുക. അപ്പോൾ നല്ല അറിവുകളാണ്. ചില സമയത്ത് അത് സ്കിപ്പായി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നോക്കി കിട്ടിക്കണമെന്നില്ല. അതുകൊണ്ട് ഇത് രണ്ടും ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടും തോന്നിക്കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക.